ആര്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള 3 ഇയറിങ്സിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് വൺ ഈ ഒരു ഇയറിങ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ഇങ്ങനെ ഭംഗിയുള്ള നല്ല സ്റ്റോണുകൾ, ഓവൽ ഷേപ്പും ഡ്രോപ്പ് ഷേപ്പുള്ള 2 സൈസ് സ്റ്റോണുകൾ 4 എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു OHP ഷീറ്റിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന ഗമ്മ് B7000 ഗമ്മാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്റ്റോൺ ചെയിനാണ്. ഗോൾഡിൽ വൈറ്റ് സ്റ്റോൺ വരുന്ന സ്റ്റോൺ ചെയിനാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഒട്ടിച്ച ഈ ഒരു സ്റ്റോണിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓവൽ ഷേപ്പിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സ്റ്റഡിന് വേണ്ടിയാണ് ഫസ്റ്റ് ഒട്ടിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുന്തൻ സ്റ്റോണുകളാണ്. കുന്തൻ സ്റ്റോണുകൾ പല വലുപ്പത്തിലും ഷേപ്പിലും ഒക്കെ കിട്ടും. ഇത് നമ്മൾ ചെറിയ കുന്തൻ സ്റ്റോണുകളാണ് എടുത്തിട്ടുള്ളത്. അവനിതാ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ റൗണ്ടിൽ ആ ഓവൽ ഷേപ്പിൽ നിറയെ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റഡിന് വേണ്ടിയിട്ടുള്ള ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൂക്കിന് വേണ്ടി ഡ്രോപ്പ് ഷേപ്പുള്ള സ്റ്റോണാണ് താഴെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ അതേ ഗോൾഡ് കളറിൽ വൈറ്റ് സ്റ്റോൺ വരുന്ന സ്റ്റോൺ ചെയിൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ കുന്തൻ സ്റ്റോണുകളാണ് ഇവിടെയും ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിന് ചുറ്റും ഇങ്ങനെ ഗമ്മ തേച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ബോൾ ചെയിനാണ് വേണ്ടത്. കുഞ്ഞി ബോൾ ചെയിനുകൾ മീറ്ററിന് 12 രൂപയാണ് ഈ ഒരു ബോൾ ചെയിൻ വരുന്നത്. ഇത് നമ്മൾ നേരത്തെ ഒട്ടിച്ചു വെച്ച കുന്തൻ സ്റ്റോണിൻ്റെ ചുറ്റും ഒരു ലെയർ ഇതുപോലെ ഒന്ന്. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ ഒട്ടിച്ച അതേ സ്റ്റോൺ ചെയിനാണ്. ഗോൾഡിൽ വൈറ്റ് സ്റ്റോൺ വരുന്ന സ്റ്റോൺ ചെയിന് അതേ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല വൃത്തിയായിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. ഇനി നമുക്ക് അതിന് ചുറ്റും ഇതുപോലത്തെ വൈറ്റ് ഡ്രോപ്പ് ഷേപ്പുള്ള കുഞ്ഞ് സ്റ്റോണുകളാണ് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഗമ്മ തേച്ചിട്ട് ഇതുപോലെ ഒരു ഹാഫ് റൗണ്ടിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റോൺ ഒട്ടിക്കുന്ന സമയത്ത് സ്റ്റോൺ പിക്കറോ അതുപോലെ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കിട്ടുന്ന എന്തെങ്കിലും ഉപയോഗിച്ച് മാത്രം ഒട്ടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കയ്യിലും സ്റ്റോണിലും ഒക്കെ ഗമ്മായിട്ട് ആകെ വൃത്തിയേടാവും. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചുറ്റുമുള്ള ഷീറ്റൊക്കെ വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബാക്ക് സൈഡിൽ ഗമ്മ തേച്ചിട്ട് ഒരു ഐപ്പിന് താഴത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വാക്സ് സ്ട്രിപ്പ് പേപ്പറാണ്. വാക്സ് സ്ട്രിപ്പ് പേപ്പർ ഓൺലൈനും ഷോപ്പിലും ഒക്കെ കിട്ടും. കൂടാതെ നമ്മൾ തുണിക്കടയിൽ നിന്നൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു സഞ്ചി കിട്ടുമല്ലോ, ഇതുപോലത്തെ സഞ്ചി. ഈ സഞ്ചി ശരിക്കും വാക്സ് സ്ട്രിപ്പ് തന്നെയാണ്. ഇത് തന്നെ മതി നമുക്ക് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി, കമ്മലിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ നല്ല വൃത്തിയായിട്ടും ഉണ്ടാവും. കൂടാതെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിലൊരു ബാക്ക് സ്റ്റഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ താഴെ ഭാഗത്ത് ഇതുപോലെ ഐപ്പിന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗമ്മ തേച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 5 ഐപ്പിന് താഴെ ഭാഗത്തും ഒരു ഐപ്പിന് മേലെയും കൊടുത്ത് നമ്മളെ വാക്സ് സ്ട്രിപ്പ് പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ബാക്കിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് ഈ സ്റ്റഡും തൂക്കും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലത്തെ ബീഡ്സാണ് ആവശ്യം. താഴെ ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു ഹെഡ് പിന്നിൽ ഇങ്ങനെ ബീഡ്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 3 ഗുങ്ക്രൂസ് വീതം ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഓറഞ്ച് ഗുങ്ക്രൂസും കൂടെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. എന്നിട്ട് ഇതുപോലെ എല്ലാത്തിലും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇയറിങ്സിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഫൈനലിലേക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഇയറിങ്സ് നോക്കി നോക്കാം. സെക്കൻഡ് വൺ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ ഇയറിങ്സ് ആണ്. അതിനായിട്ട് ഈ കളർ സ്റ്റോൺ, ഓവൽ ഷേപ്പ് സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ ഒരു ഷീറ്റ് എടുത്തിട്ടുള്ളത്. OHP ഷീറ്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ മതി. അതിലൊന്ന് ഇതുപോലെ ഗമ്മ് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് ഇതുപോലെ തന്നെ നല്ല പ്യുവർ വൈറ്റ് സ്റ്റോൺ ചെയിനാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആ സ്റ്റോണിൻ്റെ ചുറ്റും അതുപോലെ നല്ല വൃത്തിയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ബോൾ ചെയിനാണ്. ബോൾ ചെയിൻ നല്ല സിൽവർ കളർ ബോൾ ചെയിനാണ് എടുത്തിട്ടുള്ളത്. ഇതും മീറ്ററിന് 12 രൂപയാണ് വില വരുന്നത്. ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതേ സാധനങ്ങൾ തന്നെയാണ്. അതായത് സ്റ്റോൺ ചെയിനും ബോൾ ചെയിനും മാത്രമാണ് നമ്മൾ ഹാങ്ങിങ്ങിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ആ ഷീറ്റിൽ തന്നെ ഇതുപോലെ കുറച്ച് നീളത്തിൽ നമ്മുടെ ബോൾ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതേ ബോൾ ചെയിൻ സിൽവർ കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബോൾ ചെയിനെക്കാട്ടിയും ചെറുതായിട്ടാണ് സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്.
ഇങ്ങനെ ഇറക്കം ഓരോ ലെയർ കുറവാണ്. ഇങ്ങനെ ഇടവിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണ്ടേ. അങ്ങനെ 8 എണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 സൈഡിലും ബോൾ ചെയിൻ 2 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇറക്കം കുറഞ്ഞ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലും വാക്സ് സ്ട്രിപ്പ് പേപ്പർ ബാക്ക് സ്റ്റഡും കൂടി ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇത്രയും സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അപ്പം നമ്മുടെ ഇയറിങ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ലുക്കായിരിക്കും. നമ്മളെ ഡ്രസ്സിനൊക്കെ അനുസരിച്ച് സ്റ്റോണൊക്കെ മാറ്റി ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഈ ഇയറിങ്സ് ചെയ്യുന്ന സമയത്ത് ഹാങ്ങിങ് കൊടുക്കുന്നത് ഒരേ സൈഡിലേക്ക് നീളം കൂടിയത് തന്നെ വരരുത്. രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ വേണം ചെയ്തെടുക്കാൻ. എന്നാലേ വൃത്തി ഉണ്ടാവുള്ളൂ, മറ്റേത് ഭംഗി ഉണ്ടാവില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ഇയറിങ്സ് കാണാം. അടുത്തത് ഈ ഒരു അടിപൊളി ഇയറിങ്സ് ആണ്. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. നമ്മൾ ആദ്യമൊക്കെ ചെയ്ത പോലെ തന്നെ OHP ഷീറ്റിൽ ഗമ്മ് തേച്ചിട്ട് നല്ല വയലറ്റ് കളറുള്ള സ്റ്റോണാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ സ്റ്റോണ് ഒരു 10 എണ്ണം വേണം. 2 ഇയറിങ്സിനും കൂടി 10 സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന് ചുറ്റും ഗോൾഡിൽ വൈറ്റ് സ്റ്റോണുള്ള സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയും നമ്മൾ കുന്തൻ സ്റ്റോണുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണുകൾ ഇതിന് ചുറ്റും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മുകൾ ഭാഗം വരെയും നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ സ്റ്റോണുകൾ ഒട്ടിക്കുന്ന സമയത്ത് സ്റ്റോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൂൾ ഉപയോഗിച്ച് മാത്രം സ്റ്റോൺ ഒട്ടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒട്ടിച്ച സാധനവും വൃത്തി ഉണ്ടാവില്ല. നമ്മളെ കയ്യിലൊക്കെ ഒട്ടിയിട്ട് വേഗമായി കിട്ടൂല്ല, കയ്യിലൊക്കെ വൃത്തികേടാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുന്തൻ സ്റ്റോൺ തന്നെ ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പുള്ള കുന്തൻ സ്റ്റോണുകളാണ് എടുത്തിട്ടുള്ളത്. അത് മുകൾ ഭാഗത്ത് ഒരെണ്ണം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗത്ത് ഒരു 4 എണ്ണം ഇതുപോലെ അടുപ്പിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നേരത്തെ മുകളിൽ ഒട്ടിച്ച അതേ കുന്തൻ സ്റ്റോണുകൾ 2 സൈഡിലും മുകളിൽ ഒട്ടിച്ച സ്ക്വയർ ഷേപ്പുള്ള കുന്തൻ സ്റ്റോണിൻ്റെ താഴെ ഭാഗത്തും രണ്ടും ഒട്ടിച്ചും കൂടി എടുക്കുന്നുണ്ട്. അടുത്തത് കുന്തൻ സ്റ്റോൺ തന്നെ ഡ്രോപ്പ് ഷേപ്പുള്ള സ്റ്റോണാണ്. 2 സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഒട്ടിച്ചതിൻ്റെ താഴെ ഭാഗത്തും ആ കുഞ്ഞ് വെള്ള കുന്തൻ സ്റ്റോണുകൾ ഇതുപോലെ അങ്ങേയറ്റം വരെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോണും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തൂക്കിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ, മുകൾ ഭാഗത്ത് സ്റ്റഡ് വേണം അല്ലേ. സ്റ്റഡിനും ഇതേപോലെ തന്നെ അതിനും ഈ OHP ഷീറ്റിൽ അടിഭാഗം ട്രയാങ്കിൾ ഷേപ്പും മുകൾ ഭാഗം റൗണ്ട് ഷേപ്പുള്ള വയലറ്റ് കളറ് റൗണ്ട് സ്റ്റോൺ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ ചുറ്റും ഒരു റൗണ്ട് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും കൂടി നമുക്ക് കുന്തൻ സ്റ്റോണുകളെ ഒട്ടിച്ച് റൗണ്ടിൽ കൊടുക്കണം. ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡും തൂക്കനും റെഡി ആയിട്ടുണ്ട് അല്ലേ. ഫുള്ള് ഇതുപോലെ ഒട്ടിച്ചെടുത്ത് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് രണ്ടും വേറെ എടുക്കുക. ഇതുപോലെ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗത്ത് ഐപ്പിന് വേണം. 4 ഐപ്പിന്നാണ് താഴത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. മുകൾ ഭാഗത്തും ഒരു ഐപ്പിന്നും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഐപ്പിന് ഇതുപോലെ ചെരിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എന്നാലാണ് ഹാങ്ങിങ് ബീഡ്സോ സ്റ്റോണൊക്കെ കൊടുക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ചെരിച്ച് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് മേലെയും താഴെയും. ഇനി നമുക്ക് ബാക്ക് സ്റ്റഡിലും ഇതുപോലെ തന്നെ ഒരു ഐപ്പിന് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ചെരിച്ച് വെച്ച് കൊടുക്കരുത്, ഇങ്ങനെ തന്നെ കുത്തനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു വാക്സ് സ്ട്രിപ്പിൽ ബാക്ക് സ്റ്റഡും കൂടെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് കുറച്ച് ഐപ്പിന്നുകളാണ്. ഒരു 8 ഐപ്പിന്ന് വേണം. ഐപ്പിന്ന് നമുക്കൊന്ന് വളച്ചിട്ട് ഒരു കൊളുത്തിൻ്റെ ആകൃതിയിലാക്കിയെടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോണ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണ്. വലിയ സ്റ്റോൺ ആയതുകൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളച്ചെടുത്തിട്ട് സ്റ്റോണൊന്ന് ഗമ്മ് തേച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വിട്ടൊന്നും പോരില്ല, ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 8 സ്റ്റോണുകളാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്, 4 എണ്ണം വെച്ചിട്ട്. ഇനി നമുക്ക് സ്റ്റഡും
അതുപോലെ തന്നെ തൂക്കും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വേണം ബീഡ്സും സ്റ്റോണൊക്കെ ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് താഴെ സ്റ്റോൺ ഹാങ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഗുങ്ക്രൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഗുങ്ക്രൂസ് ഇട്ടിട്ട് പിന്നെ സ്റ്റോൺ ഹാങ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗുങ്ക്രൂസ് ഇടുക. അങ്ങനെ 4 എണ്ണവും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ തൂക്കിനും കൂടി വാക്സ് സ്ട്രിപ്പ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പം നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഇതിലേത് കമ്മലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.